+2 ഓണ പരീക്ഷയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മൊത്തം 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ്റെ ഒരു 13 ഇയർലി മാർക്കിന് തിയറി മാത്രം പഠിച്ച് നിങ്ങൾക്ക് അറിയാം സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അല്ലെ 4 മാർക്ക് 1 മാർക്കിൽ സ്കോർ ചെയ്യാം, 10 മാർക്ക് 2 മാർക്കിൽ സ്കോർ ചെയ്യാം, 3 മാർക്കിന് 2 ക്വസ്റ്റ്യനെങ്കിലും മിനിമം എന്തുണ്ടാകും, 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ എവിടെ വരും, നിങ്ങൾക്ക് തിയറിറ്റിക്കലി ചോദിക്കും. ഈവൻ എസ്ഐ ക്വസ്റ്റ്യൻ വരെ 5 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ടോട്ടലി ഒരു 25 to 30 മാർക്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം തിയറി പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കാം എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഒന്നാമത്തെ ചാപ്റ്ററിലതാ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ. ഒന്നെന്താ, മിനിമം 2 മെമ്പേഴ്സാണ്. അപ്പൊ മാക്സിമം എത്ര മെമ്പേഴ്സാണ് മക്കളെ, 50 മെമ്പേഴ്സാണ്. ബിസിനസ്സിന് വേണം പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ. ബിസിനസ് അല്ല, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നമ്മളൊരു ചാരിറ്റി സൊസൈറ്റി ആണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ആയി കണക്കാക്കൂല. പാർട്ട്നേഴ്സ് തമ്മിൽ അഗ്രിമെന്റ് വേണം. അഗ്രിമെന്റ് ഇല്ലാണ്ട് ബിസിനസ് നടക്കാൻ പറ്റൂല, പാർട്ട്ണർഷിപ്പ് നടക്കാൻ പറ്റൂല. ഇവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. ഒരാള് പ്രോഫിറ്റ് കിട്ടും, മറ്റേ ആൾക്ക് സാലറി ആണെങ്കിൽ അതെന്തല്ല പാർട്ട്ണർഷിപ്പ് അല്ല, മ്യൂച്വൽ ഏജൻസി. അഥവാ ഇവിടെ ആര് കാര്യങ്ങൾ ബിസിനസിന്റെ കാര്യങ്ങൾ പാർട്ട്നേഴ്സ് ചെയ്താലും അത് എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. അതിന്റെ റിസ്ക്കും റിവാർഡും എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദെൻ ഇവിടെ ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. പ്രോഫിറ്റ് പാർട്ട്ണർഷിപ്പിന്റെ പാർട്ട്നേഴ്സിന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയും ചെയ്യാം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? എന്തായാലും 2 മാർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡീഡ് എന്താണെന്നുള്ളത് 2 or 3 മാർക്കും ചോദിക്കും. അതേപോലെ വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റുകൾ എന്താണെന്ന് ചോദിക്കും. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്താ ഡീഡ്? ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അഗ്രിമെന്റ്. പാർട്ട്ണർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ബേസ് അഗ്രിമെന്റ് ആണ്. ഈ അഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് നിലനിൽക്കുന്നത്. ഈ അഗ്രിമെന്റ് ഓറൽ ആകാം, റിട്ടേൺ ആകാം. മീൻസ് 2 പേരുണ്ട്, അവരൊന്ന് തീരുമാനിക്കാം നമുക്ക് 2 പേർക്കും ബിസിനസ് തുടങ്ങിയാലോ. ഓക്കെ, അങ്ങനെ അവർ തീരുമാനത്തിലെത്തണം അല്ലെ. സോ അപ്പൊ ആ തീരുമാനമാണ് ആക്ച്വലി എന്ത് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ തീരുമാനം ഓറൽ ആകാം, റിട്ടേൺ ആകാം. നമ്മൾ ജസ്റ്റ് സംസാരിച്ചിട്ട് ഓക്കെ തീരുമാനമാക്കി, കുഴപ്പമില്ല. ഇനി നമ്മൾ എഴുതി തീരുമാനമാക്കി, അതും കുഴപ്പമില്ല. 2 ആണെങ്കിലും കുഴപ്പമില്ല, ഓറൽ ഓർ റിട്ടേൺ ആകാം. പക്ഷേ അത് റിട്ടേൺ ആണെങ്കിൽ അതിനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. റിട്ടേൺ ആവും. അപ്പം അതിന് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ പേരും അഡ്രസ്സും, ഓഫീസിന്റെ പാർട്ട്നേഴ്സിന്റെ ഓരോ പാർട്ട്നേഴ്സിന്റെയും പേരും അഡ്രസ്സും, എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത്, നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഓരോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എത്രയാണ്, ഓരോ പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റ്, അവരുടെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, ഇങ്ങനെ ഇൻഡിവിജ്വൽ ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൊടുത്തിരിക്കും. നെക്സ്റ്റ്, ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിൽ അഡ്മിറ്റ് ആകുമ്പോൾ അയാൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് കിട്ടുക? ഒന്നാമത്തെ അവകാശം എന്താ? റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ ഫേം. ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള എന്തൊക്കെ അസറ്റുണ്ടോ അതിന്റെ അവകാശം അയാൾക്ക് കിട്ടും. അതിന് അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരണം. രണ്ടാമത്തത്, അയാൾക്ക് ഇനി കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്, ബിസിനസിന്റെ പ്രോഫിറ്റിന് ഷെയർ കിട്ടും. അതിനാൾ എന്ത് കൊണ്ടുവരണം? ഗുഡ്വിൽ കൊണ്ടുവരണം. ഗുഡ്വിൽ കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് ഷെയർ കിട്ടുകയും ചെയ്യും. ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ബിസിനസിന് അസറ്റുള്ള ഷെയർ കിട്ടുകയും ചെയ്യും. വാട്ട് ഡു യു മീൻ ബൈ പ്രീമിയം ഓർ ഗുഡ്വിൽ? ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസിന് എന്തുണ്ടാകും? ഒരു ഗുഡ് നെയിം ഉണ്ടാവും അല്ലെ, ഒരു ഗുഡ് നെയിം, ദ ഗുഡ് നെയിം ഓഫ് എ ബിസിനസ്. ആ ബിസിനസ് ഹെൽപ്സ്, എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? ടു ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി. എന്ത്? എക്സസ് പ്രോഫിറ്റ്. ടു ഏൺ എക്സസ്, മറ്റുള്ളവരെക്കാൾ എക്സസ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു 5 ഹോട്ടൽ ഉണ്ട്, നിങ്ങൾ മന്തി കഴിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹോട്ടൽ നിങ്ങൾ ചൂസ് ചെയ്യാം? അവിടെ പോയ നല്ല ടേസ്റ്റ് ഫുഡാണ്, നല്ല വില കുറവാണ്, എല്ലാവരും അവിടെ പോകുന്നത്. സോ അവിടെ എല്ലാ കസ്റ്റമേഴ്സും ചൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് നല്ല പേരുണ്ട്. സോ ആ നല്ല പേര് കാര്യം അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും, നല്ല സെയിൽ നടക്കുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ അതാണ് ഗുഡ്വിൽ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ ഗുഡ്വിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? ഒന്ന്, ലൊക്കേഷൻ. നമ്മുടെ ചായ അടിക്കാൻ വേണ്ടി വയനാട് ചോരൊക്കെ പോകുന്നുണ്ട് അല്ലേ, അത് ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നല്ലൊരു ചായപ്പീടി ഉണ്ട്, നിങ്ങൾ പോലെ പോകും. പക്ഷേ നിങ്ങൾക്ക് ഏതോ ഉൾനാട്ടിൽ പോകണം, മെയിൻ റോഡൊക്കെ കുറെ ഉള്ളോട്ട് പോയിട്ട് കട്ട റോഡൊക്കെ തീർന്ന് അങ്ങനെ എത്തണം, നിങ്ങൾ അവിടെ പോകും. ഇല്ല, ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. നിങ്ങൾ ചാടിക്കാം, വളരെ സിമ്പിൾ, എല്ലാം നമുക്ക് ലൈഫ് എക്സാമ്പിൾ പോലെ. മാനേജ്മെന്റ്, നിങ്ങൾ ചാടിക്കാൻ പോയി, നിങ്ങൾ വന്നൊന്നും ഒരു മൈൻഡ് ചെയ്തൊന്നുമില്ല. നിങ്ങൾ വിളിച്ചു, ഓർഡർ ഉണ്ട്, അങ്ങനെ അവർ വന്നു, എന്താ വേണ്ടത്? നിങ്ങൾ ഓർഡർ പറഞ്ഞു. വളരെ ടൈമിങ്, സമയം എടുക്കുന്നുണ്ട്. അവിടുത്തെ നല്ല ചായ അല്ല കിട്ടിയത്, അത് ചായ ഒന്നും നല്ല സെറ്റ് ചായ അല്ല, നല്ല കടിയൊന്നും പോരാ. നിങ്ങൾ പിന്നെ അവിടെ പോകും? ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയി, പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോഴേക്കും സാർ ഓർഡർ റെഡിയായി പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ കൈ കാണിച്ചു, അയാൾ വന്നു, എന്താ വേണ്ടത്? നല്ല ചായ കിട്ടി. സോ ആ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾ അവിടെ പിന്നെയും പോലെ യെസ്, അപ്പം അവർക്ക് നല്ല ഗുഡ്വിൽ ഉണ്ടാകും. അതേപോലെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ബിസിനസിന്റെ നേച്ചർ, നിങ്ങളൊരു ആ ബിസിനസ് എന്ത് തരം ബിസിനസ് ആണോ അതിനനുസരിച്ച് ഗുഡ്വിൽ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അതേപോലെ അതർ ഫാക്ടേഴ്സ്, പല ഫാക്ടേഴ്സ് ഉണ്ടാവും. മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള മറ്റു ഫാക്ടേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗുഡ്വിലിനെ എഫക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ 4 പോയിന്റുകൾ ജസ്റ്റ് എഴുതിയാൽ മതി.
നെക്സ്റ്റ് പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റണ്ണിങ് കുറെ ലോങ് ടേമിൽ റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവർക്ക് നല്ല ഗുഡ് വിൽ ഉണ്ടാവും. കുറഞ്ഞ ക്യാപിറ്റൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് അവർക്ക് നല്ല ഗുഡ് വിൽ ഉണ്ടാകും. സോ അതൊക്കെ ഇതിന്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴെല്ലാമാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ റിട്ടയർമെന്റ് നടക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു പാർട്ട്ണർഷിപ്പ് അമാൽഗമേറ്റ് ചെയ്യുമ്പോൾ മീൻസ് രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡിസോൾവിങ് അഥവാ ഒരു ഫേം മറ്റൊരു ഫേമിനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ, ഒരു പാർട്ട്ണർഷിപ്പിൽ ഡീഡ് ഇല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് ലോസും ഷെയർ ചെയ്യേണ്ടത്? എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് അലൗഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റൂല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 6% കൊടുക്കാം. അപ്പം ഡീഡ് ഉണ്ടെങ്കിൽ ഡീഡിലുള്ള പോലെ ചെയ്യണം. അപ്പൊ ഡീഡ് ഇല്ലെങ്കിലോ ഈ കാണുന്നതാണ് അവിടുത്തെ പ്രൊവിഷൻസ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസും ഷെയർ ഈക്വൽ ആയിരിക്കണം. സാലറി കൊടുക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്, 6% കൊടുക്കാം. ഇതാണ് ആക്ച്വലി അതിന്റെ കേസ്. നെക്സ്റ്റ് ലാസ്റ്റ്, റൈറ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡുകൾ ഏതൊക്കെ മക്കളെ? 2 മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് എന്താ മക്കളെ? ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, 2 ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 കറന്റ് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. 2 എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും, സാലറി അങ്ങനത്തെ തുടങ്ങിയ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അതിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് എവിടെയാണ്? കറന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അവിടെ എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടാണ്, അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും വേറെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ഫിക്സഡ് മെത്തേഡിൽ. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മോർ ഓവർ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത് ഫിക്സഡ് മെത്തേഡിൽ. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് വരാം. ദെൻ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യം. നിങ്ങൾ ആകെ 4 പോയിന്റ് ഉണ്ട്, 4 പോയിന്റ് പഠിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ അല്ലേ? സോ തിയറി ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രോബ്ലത്തിന്റെ വേറെയും ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്നായി കാണുക, നന്നായി അറ്റൻഡ് ചെയ്യുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പൊ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.